കരൂരിൽ അപകടത്തിനിടയാക്കിയ നൃത്തപരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ PS ജനീഷ് കുമാറിനും ഇടക്കാല ജാമ്യം. കേസിൽ ഇതുവരെ അറസ്റ്റിലായ 5 പേരുടെയും ജാമ്യാപേക്ഷ 9-ന് കോടതി പരിഗണിക്കും. പ്രതികളുടെ ഇടക്കാല ജാമ്യം റദ്ദാക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടും. ഉമേഷ് ഉണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊപ്പം ഈ MLA-യുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യ നില കൂടി അതുമായി ബന്ധപ്പെട്ട വിവരം കൂടി കൂട്ടിച്ചേർത്താൽ? നന്ദു, ഈ വിവാദ നൃത്ത പരിപാടി ഇത്രയും ഗുരുതര സാഹചര്യത്തിലേക്ക് നയിച്ച നൃത്ത പരിപാടിയുടെ മുഖ്യ സംഘാടകർ തന്നെയാണ് ഇതിലെ കുറ്റക്കാർ എന്ന നിഗമനത്തിലാണ് പോലീസ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യ സംഘാടകരായ നികോഷ് കുമാറിനെയും ജനീഷ് കുമാറിനെയും അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കാൻ ശ്രമിച്ചത്. ഇതിനിടയിൽ ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി രണ്ടുപേരോടും നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം നികോഷ് കുമാർ ഹാജരായി, ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം ജനീഷ് കുമാർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ ഡിസ്ചാർജ് ആയതിന് പിന്നാലെയാണ് ജനീഷ് കുമാറിനെയും പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തത്. ജനീഷ് കുമാറിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ കേസിൽ ഇതുവരെ ആകെ 5 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷെ എല്ലാവർക്കും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. 9-ാം തീയതി വരെയാണ് ഇടക്കാല ജാമ്യം. 9-ാം തീയതി ഇനി ജാമ്യാപേക്ഷ വിശദമായി പരിഗണിക്കുകയും ചെയ്യും. എന്നാൽ ഇതിനിടെ ഇവരുടെയൊക്കെ ഈ ഇടക്കാല ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് തന്നെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെയാണ് വിശദമായ അന്വേഷണം വേണ്ടത്. കോടികൾ ഇവർ തിരിച്ചിട്ടുണ്ട്, ആ പണം എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ചൊക്കെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള അന്വേഷണം മുന്നോട്ട് പോവുക. ഏതായാലും 9-ാം തീയതി ഇവരുടെയൊക്കെ ഇടക്കാല ജാമ്യം തീരുകയും അന്ന് ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് കോടതി എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് പ്രധാനം. ഇവരെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിലപാട്. ശരി, കലൂരിൽ അപകടത്തിനിടയാക്കിയ നൃത്തപരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ PS ജനീഷ് കുമാറിനും ഇടക്കാല ജാമ്യം. കേസിൽ ഇതുവരെ അറസ്റ്റിലായ 5 പേരുടെയും ജാമ്യാപേക്ഷ 9-ന് കോടതി പരിഗണിക്കും. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.